ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഒരു വിക്ടിം മെന്റാലിറ്റി അത് വയലന്റ് ആയിട്ട് മാറുന്നത്. പിന്നെ ഇടയ്ക്ക് കീ സൗണ്ട് കേൾക്കും. മില്യൺസ് ഓഫ് ആളുകൾ നമ്മുടെ ചുറ്റും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ കൂടി എപ്പോഴും ഒരു മാസ്ക് വെച്ചിട്ട് എല്ലാ സീക്രട്സും നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ ഡേറ്റിംഗ് ആളിനോടോ പോയി പറയണം വിത്ത് ബെനിഫിറ്റ്സ്. പോയിന്റ് ചീറ്റിംഗ് കോൺഫ്ലിക്ട്സ് ആർ ഗുഡ്. ചിലപ്പോൾ സിറ്റുവേഷൻഷിപ്പിലാണ്. Hello everyone, welcome back to another topic discussions. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള കുറച്ച് റിലേഷൻഷിപ്പ് കൺഫ്യൂഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ചെയ്യണമെന്ന് കുറേയായി ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് ന്യൂസിലും എല്ലാം നമ്മൾ കുറേ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ട്, അത് വയലൻ്റ് ആയിട്ട് മാറുന്നതിനെ പറ്റിയിട്ട്, അതിൻ്റെ നൈരാശ്യത്തിൽ ഇടപെട്ടിട്ട് കുട്ടികൾ റോങ് മോഡിൽ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നമ്മൾ ന്യൂസ് റീസെൻ്റ്ലി കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ചിട്ട് ടോക്കിംഗ് അബൌട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ചെയ്യണമെന്ന് കുറേയായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ന്യൂ ഇയർ ആയിട്ട് അങ്ങനെ ഒരു ടോപ്പിക് ആദ്യം തന്നെ കവർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ ടോപ്പിക് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ലവ് റിലേറ്റഡ് ഒരുപാട് ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് ലിങ്ക്സ്, അഡൾട്ട് ലവ്, ബ്രേക്കപ്സ്, ഡിവോഴ്സ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അതിൽ നിന്ന് ഇതെങ്ങനെ ഡിഫറെൻ്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിഫോർ ഐ പ്രൊസീഡ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. ഐ ഹോപ്പ് ഈ വർഷം 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, പിന്നെ ഇടയ്ക്ക് കീ സൗണ്ട് കേൾക്കും. അത് ഞങ്ങളുടെ വീട്ടിലെ പെറ്റിൻ്റെ സൗണ്ടാണ്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസ്കഷനിലേക്ക് പോകാം. റൊമാൻസ്, റിലേഷൻഷിപ്പ് എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ബേസിക് നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്സ്, അല്ലേ? ബേസിക് നീഡ്സ് എന്താണ്? ഭക്ഷണം, വസ്ത്രം, വീട് എന്നുള്ള പോലെയുള്ള ബേസിക് നീഡ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിക്വയർമെൻറ്റ് എന്താണ്? നമുക്കൊരു നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവുക, നമ്മുടെ ലൈഫിനെ ഫുൾഫിൽ ആക്കുന്ന പോലെയുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിനെ കുറേ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, നെക്സ്റ്റ് അല്ലെങ്കിൽ യങ്ങസ്റ്റ് ജനറേഷൻ ഇപ്പോഴത്തെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നു. കാരണം സോഷ്യൽ മീഡിയ, ടെക്നോളജി എല്ലാം ഇതിലും ഇടപെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ഒരു 4-5 പോയിന്റ്സ് ഇവിടെ ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എഗെയിൻ ഇത് എൻ്റെ പോയിന്റ്സ് അല്ല, ഒരുപാട് സ്പെഷ്യലിസ്റ്റുകളുടെ ചർച്ചകൾ അനലൈസ് ചെയ്തിട്ട് അവരുമായി ഡിസ്കസ് ചെയ്തിട്ട് ഒക്കെയാണ് ഈ ടോപ്പിക് ഇവിടെ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു റിലേഷൻഷിപ്പ് സ്പെഷ്യലിസ്റ്റോ കൺസൾട്ടൻറ്റോ അല്ല. എൻ്റെ സ്പെഷ്യലൈസേഷൻ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ ഇവിടെ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് കവർ ചെയ്തിട്ടുള്ള കുറച്ച് വാലിഡ് പോയിന്റ്സ് എന്ന് എനിക്ക് തോന്നിയ പോയിന്റ്സ് ആണ് ഞാനിവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും തോന്നും, എല്ലാവരുടെ ലൈഫിലും ഞാനിത് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരുടെ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം നമ്മളിൽ പലരും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ആദ്യം തന്നെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലേക്ക് പോവാതിരിക്കുക. കാരണം പലരും പറയുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലം എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നു, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രോബ്ലംസ് ഇല്ല, ഞാൻ മാത്രം ഒരുപാട് പ്രോബ്ലംസിൽ ഇൻവോൾവ് ആയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പലരും, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും പ്രോബ്ലംസ് യുണീക്ക് അല്ല. ഇപ്പോൾ ഒരു ടൈമിൽ ഒരാൾ ബ്രേക്കപ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്, അയാൾക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ആളുകൾ നമ്മുടെ ചുറ്റും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഇപ്പോൾ ഒരു ടൈമിൽ ഒരാൾക്ക് എന്തെങ്കിലും കരിയർ സെറ്റ് ബാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ആളുകൾ കരിയർ സെറ്റ് ബാക്സിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരേ ടൈമിൽ. അപ്പം നമ്മൾ ഒരിക്കലും എനിക്ക് മാത്രം എന്താണ് ഇത്രയും പ്രോബ്ലംസ്, എനിക്ക് മാത്രം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും ഒരു വിക്ടിം മെന്റാലിറ്റി അല്ലെങ്കിൽ വിക്ടിം മോഡിലേക്ക് പോവാതിരിക്കുക. കാരണം ഒരു മെന്റൽ ഫ്രെയിം വർക്കിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെയുള്ള പോയിന്റ്സ് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള മെന്റാലിറ്റി കൊണ്ട് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലൈഫിൽ ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഉടനെ
അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ ഈ പോയിന്റ്സ് കരുതുന്നു. 2026 ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇത് എനിക്കിവിടെ കവർ ചെയ്യണം എന്ന് എനിക്ക് തോന്നാനുള്ള മെയിൻ കാരണം. ഓക്കെ, അപ്പോൾ 5 പോയിന്റ്സ് ഞാൻ എന്തൊക്കെയാണ് ഇവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ, റെഡ് ഫ്ലാഗ്സ് ഇൻ റിലേഷൻഷിപ്സ്, ചീറ്റിംഗ്, കോൺഫ്ലിക്ട്സ്, 4th പോയിന്റ് എന്താണെന്നാൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ആൻഡ് 5th പോയിന്റ് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ 5 പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, റെഡ് ഫ്ലാഗ് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നവർ, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കാം റെഡ് ഫ്ലാഗ്സ് അല്ല. റെഡ് ഫ്ലാഗ്സ് എന്താണെന്നാൽ റെഡ് ഫ്ലാഗ്സ്, ഗ്രീൻ ഫ്ലാഗ്സ്, ഒരു റിലേഷൻഷിപ്പിലെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നു. പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളാണ് ഗ്രീൻ ഫ്ലാഗ്സ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. എനിക്ക് ഈ ടോപ്പിക്കിനെ റിലേറ്റഡ് ആയിട്ട് കവർ ചെയ്യണം എന്ന് തോന്നിയ ഒരു റെഡ് ഫ്ലാഗ് പോയിന്റ് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്താണെന്നാൽ, ഒരു റിലേഷൻഷിപ്പിലെ മേജർ റെഡ് ഫ്ലാഗ് എന്താണ് എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്നാൽ, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി പോർട്രേറ്റ് ചെയ്യുക, ഒരു ഫേക്ക് ക്യാരക്ടറിസ്റ്റിക്, എപ്പോഴും ഒരു മാസ്ക് വെച്ചിട്ട് റിലേഷൻഷിപ്പിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ ഒരു മേജർ റെഡ് ഫ്ലാഗ് എന്ന് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്കതൊരു കംഫർട്ടബിൾ ആയിരിക്കണം, അതൊരു ഫ്രീ ഫ്ലോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അല്ലാതെ നമ്മളെപ്പോഴും ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഫേക്കായി നിന്നിട്ട് നമ്മുടെ ഫിനാൻസസിനെ പറ്റിയിട്ട് ഫേക്ക് ചെയ്തിട്ട്, നമ്മുടെ നമ്മുടെ ക്യാരക്ടറിനെ ഫേക്ക് ചെയ്തിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റീനെ ഫേക്ക് ചെയ്തിട്ട് എല്ലാം പോർട്രേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നമ്മളെപ്പോഴും ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റീനെയാണ് നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ജെന്യൂയിൻനെസ് ആ റിലേഷൻഷിപ്പിന് ഫ്രം ദ ഗോ ഇല്ലാതായി പോകും. അപ്പോൾ എപ്പോഴും റിലേഷൻഷിപ്പിൽ കഴിയുന്നതും നിങ്ങൾക്ക് എത്ര ജെന്യൂൻ ആകാൻ കഴിയാൻ പറ്റുമോ, എത്ര സിൻസിയർ ആകാൻ കഴിയാൻ പറ്റുന്നോ അത്രയും സിൻസിയർ ആകുക. ഞാൻ ഇതിവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ എല്ലാ സീക്രട്സും നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ ഡേറ്റിംഗ് ആളിനോടോ പോയി പറയണം എന്നൊന്നുമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പലരും പറയാം ഡേറ്റിംഗ് ഈസ് റോങ്. ആ ടോപ്പിക്ക് ഇതിൻ്റെ ഭാഗമല്ല, അതിലേക്ക് പിന്നെ ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിത് എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള കറന്റ്ലി റിലേഷൻഷിപ്പിലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതൊക്കെ വേണോ വേണ്ടിയോ എന്നൊക്കെയുള്ള ടോപ്പിക്സ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൾറെഡി എൻഗേജ്ഡ് ഓർ ഇൻ എ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ ട്രൈ ടു ബി ആസ് ജെന്യൂയിൻ ആസ് പോസിബിൾ. ഓക്കെ, നിങ്ങൾ ഒരു ജെന്യൂയിൻ ആയിട്ടുള്ള ഒരു സെൽഫ് പോർട്രേറ്റ് ചെയ്യാതെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എത്ര കാലം നിങ്ങൾ അങ്ങനെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും? അതിൻ്റെ ലോഞ്ചവിറ്റീനെ ഏതൊരു റിലേഷൻഷിപ്പിനെയും നിങ്ങളൊരു ലോങ് ടേം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിലെപ്പോഴും നിങ്ങളായാലും നിങ്ങളുടെ പാർട്ട്ണർ ആയാലും ഒരു ജെന്യൂയിനെസ് കൊണ്ടുവരണം. ഫേക്ക്നെസ് അല്ലെങ്കിൽ ലൈസ്, മാനിപ്പുലേഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അധികകാലം പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. ലൈസ്, മാനിപ്പുലേഷൻസ് ആൻഡ് ഫേക്ക്നെസ് എല്ലാം എല്ലാവർക്കും ഉണ്ടാവും. അത് അങ്ങനെ ഇല്ല 100% പ്യോർ ആൻഡ് അങ്ങനത്തെ ആളുകളൊന്നും എൻ്റെ അറിവിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് the more the genuine the better. അത്രയേ ഉള്ളൂ. അല്ലാതെ 100% നിങ്ങൾ സെയിൻറ്റ്ഹുഡ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നൊന്നുമല്ല ഉദ്ദേശിച്ചത് കേട്ടോ. as much genuine as possibly you can, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ചീറ്റിംഗ്. അപ്പോൾ ചീറ്റിംഗ് എന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾക്ക് കാണുന്നുണ്ട്. പാർട്ട്ണർ ചീറ്റ് ചെയ്തതുകൊണ്ട് അതൊരു വയലന്റ് സിറ്റുവേഷനിലേക്ക് എസ്കലേറ്റ് ആയതും അത്
കുറെ ക്രിമിനൽ സിറ്റുവേഷനിൽ വരെ എത്തിപ്പെട്ട സ്റ്റോറീസ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതാണ്. എവറി അതർ മന്ത് ഓർ സോ അങ്ങനെ ഒരു ന്യൂസ് ടി വിയിലും ന്യൂസ് പേപ്പറിലെല്ലാം നമ്മൾ കാണുന്നത്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ എന്തോ എന്നെ ചതിക്കപ്പെട്ടു, ദേ യൂസ് ദിസ് ടേം, തേച്ചു എന്നെ. സോ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് കേൾക്കുന്നതാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന്. അപ്പോൾ തേക്കപ്പെട്ടു എന്നതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഗുഡ് അല്ലേ, ഏർലിയർ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും, നമുക്ക് വിഷമം ഉണ്ടാവും, നമ്മൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് അല്ലേ, ഇറ്റ്സ് നോട്ട് മെന്റ് ടു ബി, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനൊരു വെഞ്ചൻസ്, അതിനൊരു എന്താണ് പ്രതികാരം ചെയ്യാനൊക്കെ സ്വന്തം ലൈഫും സ്വന്തം ടൈമും വേസ്റ്റ് ആകാതെ ഇരിക്കുക. ഇഫ് യു ഹാർട്ട് ബ്രോക്കൺ, ഇഫ് യു ഫെൽറ്റ് ബാഡ്, accept it and get over it as quickly as possible. അത്രേ പറയാനുള്ളൂ. ആൻഡ് ചീറ്റ്, ഇപ്പോൾ പിന്നെ പല സിറ്റുവേഷൻസിലും ചീറ്റ് ചെയ്യുന്ന ആളുകൾ ചീറ്റ് ചെയ്ത ആളിനെ ബ്ലെയിം ചെയ്യുന്നത് കാണാം, ആൻഡ് ചീറ്റ് ചെയ്യപ്പെട്ട ആളുകളെയും ബ്ലെയിം ചെയ്യുന്നത് കാണാം. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിംസ് ഒക്കെ. സൈക്കോളജിസ്റ്റ് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദി അതർ പേഴ്സൺ. ഓക്കെ, ഇന്നസെന്റ് ആയിട്ടുള്ള പാർട്ട്ണർ ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു ഇൻ എ ചീറ്റിംഗ് റിലേഷൻഷിപ്പ്. ഒരു ഇൻഡിവിജ്വൽ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്, അയാൾക്ക് എന്തെങ്കിലും ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് അയാൾ പല പല റിലേഷൻഷിപ്പ് അറ്റ് ദ സെയിം ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ, എന്തെങ്കിലും അൺറിസോൾവ് ഇഷ്യൂസ്, എന്തെങ്കിലും പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണ് യൂഷ്വലി ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് വേറൊരു റിലേഷൻഷിപ്പിനെ തേടി പോകാൻ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവർ സ്വയം അതിനെയൊക്കെ റിസോൾവ് ചെയ്തിട്ട് ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അവരവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യലിസ്റ്റുകൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഒരു റിലേഷൻഷിപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ അത്രയും ബുദ്ധിമുട്ടുന്ന ആളുകൾ അതിൽ കൂടാതെ തന്നെ വേറെ റിലേഷൻഷിപ്പും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് സ്വയം കൂടുതൽ പ്രോബ്ലംസിൽ ആക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആണെങ്കിൽ ഒരിക്കലും വേറൊരു റിലേഷൻഷിപ്പ് തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് വേറെ റിലേഷൻഷിപ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ. അവർക്കും ഇവർക്കും എല്ലാവർക്കും ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ. അപ്പോൾ സ്വയം അങ്ങനെ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ കൊണ്ടെത്താതെ ഇരിക്കുന്നതായിരിക്കും ഒരു സ്മാർട്ട് മൂവ് ഇൻ എനി റിലേഷൻഷിപ്സ് എന്നാണ് എക്സ്പേർട്സ് അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താണെന്നാൽ കോൺഫ്ലിക്ട്സ്. അപ്പോൾ കോൺഫ്ലിക്ട്സ് ഏതൊരു റിലേഷൻഷിപ്പിലെയും നല്ലതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചില കോൺഫ്ലിക്ട്സ് ആർ ഗുഡ്, ചില കോൺഫ്ലിക്ട്സ് ആർ നോട്ട് സോ ഗുഡ് അല്ലെ. എക്സ്ട്രീം സിറ്റുവേഷൻസിൽ പോകുന്ന കോൺഫ്ലിക്ട്സുകളാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡേഞ്ചറസ്. അപ്പോൾ അതെല്ലാം ഒരു നോർമൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു നോർമൽ കപ്പിൾ ബിഹേവിയറിലെ കോൺഫ്ലിക്ട്സ് ഈസ് അക്സെപ്റ്റബിൾ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. കാരണം ഒരിക്കലും ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട്സ് ആർ സോ ഡിഫറെൻറ്റ്. അവർ ജനിച്ചു വളർന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആർ ഡിഫറെൻറ്റ്, അവരുടെ സ്റ്റൈൽസ് ആർ ഡിഫറെൻറ്റ്, അവരുടെ വേ ഓഫ് അപ്രോച്ച് ടു ലൈഫ് ആർ ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് വരിക എന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അവരൊരു ജെന്യൂൻ ആയിട്ടാണ് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ either they are hiding something or they are suppressing their feelings. അവരുടെ ആക്ച്വൽ ഇമോഷൻസിനെല്ലാം സപ്രസ് ചെയ്തിട്ട് അയ്യോ ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല, ഞാൻ ഒരു എന്താണ് സർവം സഹ എന്ന മോഡിൽ പോയിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ സർവം എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നൊരു മോഡ്. ഇറ്റ്സ് എ ഫേക്ക് പേഴ്സണാലിറ്റി അല്ല, ഇറ്റ്സ് ദ പേഴ്സൺ ഈസ് ഫേക്കിംഗ്. നമ്മളെല്ലാവർക്കും എല്ലാത്തരം ഇമോഷൻസ് ഉണ്ടും അതിലൊരു ഇമോഷൻ തന്നെയാണ് കോൺഫ്ലിക്ട്സ് ഓർ ഡിസഗ്രിമെന്റ്സ്. നമ്മൾ എല്ലാം ഒരാളുമായിട്ട് യോജിച്ചു പോകാനൊന്നും ആർക്കും പറ്റില്ല. രണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവിടെ രണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും വരും. അപ്പം അതിനെ രണ്ടുപേരും ലിസൺ ചെയ്തിട്ട് അതിനെ ഏതിലാണ് ബെറ്റർ ഡിസിഷൻ എന്ന് എടുത്തിട്ട് മുന്നോട്ട് പോകാനേ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു ഡിസഗ്രിമെന്റ്സ് ഇല്ലാത്ത, കോൺഫ്ലിക്ട്സ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് റിലേഷൻഷിപ്പ് ആകാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഒരു വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറും ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാനാണ് ചാൻസ്
കാരണം അവിടെ ഒരു ഇക്വാളിറ്റി ഇല്ല പാർട്ട്നേഴ്സ് തമ്മിൽ, ഒരു ഡിസ്കഷന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരാളുടെ സജഷൻസിന് ഒരു പ്രയോറിറ്റി ഇല്ല, ഒരാളുടെ ഡിസിഷൻസ് മാത്രം നടക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ ഒരു ഫേക്ക് റിലേഷൻഷിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് ആണ് സ്പെഷ്യലിസ്റ്റ് പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്ട്സ് ഉള്ളത് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ ഇൻ എനി റിലേഷൻഷിപ്പ്. പക്ഷെ അതിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോൺഫ്ലിക്ട്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് തരം മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൊണ്ടുവരുന്നത്, എന്ത് തരം മാറ്റങ്ങളാണ് നിങ്ങളുടെ ഓൺ ക്യാരക്ടറിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ഓർ ബിഹേവിയേഴ്സിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിലായിരിക്കും ആ കോൺഫ്ലിക്റ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ റിസൾട്ട് ആഫ്റ്റർ ദ കോൺഫ്ലിക്റ്റ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് കോൺഫ്ലിക്ട്സ് റിലേഷൻഷിപ്സിലുള്ളത് ഈസ് ഗുഡ്. ഡിസഗ്രിമെന്റ്സ് വന്നിട്ട് അതിനെ ഡിസ്കസ് ചെയ്ത് റിസോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എപ്പോഴും ഓരോ റിലേഷൻഷിപ്സിനെയും കൂടുതൽ അതിൻ്റെ അടിത്തറ സ്ട്രോങ് ആക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ആ കോൺഫ്ലിക്ട്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ഡിസിഷൻസ് എടുക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നു, നിങ്ങളുടെ ബിഹേവിയേഴ്സ് ഓർ നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെട്ടിട്ടിരിക്കും ആ കോൺഫ്ലിക്റ്റിന്റെ the other side or the other part of the conflict എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് എന്താണെന്നാൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. ഓക്കെ, നമ്മുടെ ഫുൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ രാശിയുടെ അല്ലെങ്കിൽ മാനവരാശിയുടെ ഫുൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ റിലേഷൻഷിപ്പിനും അല്ലെങ്കിൽ എല്ലാ കണക്ഷനും ഓരോ കണക്ഷൻസിനും മനുഷ്യർ തമ്മിലുള്ള ഓരോ കണക്ഷൻസിനും നമ്മൾ എപ്പോഴും ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് കൊടുക്കുന്നുണ്ട്, അതിനൊരു പദവി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഭാര്യ, ഭർത്താവ്, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഫിയോൺസെ, വുഡ് ബി, അങ്ങനെ എല്ലാം ഇപ്പോഴും ത്രൂ ഔട്ട് ഹിസ്റ്ററി നമ്മൾ മനുഷ്യർ നമ്മുടെ ഓരോ റിലേഷൻഷിപ്പിനും ഒരു സ്റ്റേറ്റസ് കൊടുത്തിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ കറണ്ട് എറയിൽ മാത്രമാണ് നമുക്ക് റിലേഷൻഷിപ്പിന് ഒരു സ്റ്റേറ്റസോ ഒരു വാല്യൂ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, അതിനൊരു പദവി ഇല്ലാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്സ്. എന്താണ്, ഒരു സിറ്റുവേഷൻ കാരണം റിലേഷൻഷിപ്പിലായ ആളുകൾ സ്വയം സിറ്റുവേഷൻഷിപ്പിലാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇറയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല യങ്സ്റ്റേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരൊരു ഐ എം ഇൻ എ സിറ്റുവേഷൻഷിപ്പ്. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ കാരണം ഒരു റിലേഷൻഷിപ്പിൽ? എനിക്കറിയില്ല, ഐ ഹാവ് നോ ക്ലൂ ഹൗ ടു ഡിഫൈൻ ദാറ്റ് കൈൻഡ് ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ ഹ്യൂമൻസ്. അപ്പോൾ ഞാനതിന് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ടാണ് ഇന്നിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എനിക്കറിയില്ല, അത് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കലി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ സോഷ്യലി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തോ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളത് ഒരിക്കലും ആരും ഈ റിലേഷൻഷിപ്പ് എക്സ്പേർട്സ് ആരും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻഷിപ്പിനെയോ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിനെയോ അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ഒരു വ്യക്തി അയാൾക്ക് ഒരു കരിയർ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗെയിന് വേണ്ടിയിട്ടോ ആൾക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ടോ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ അല്ലേ, പിന്നെ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റിലേഷൻഷിപ്പിന് എന്ത് വാല്യൂ ആണ് അവിടെ ഉള്ളത്? പിന്നെ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് അയാൾ കട്ട് ഓഫ് ചെയ്യാൻ പോകുന്നത്? ആ ഒരു ടൈമിൽ സോ വാട്ട് വാസ് ദ ബോണ്ട്? ദർ വാസ് നോ കണക്ഷൻ, ഇറ്റ് വാസ് ജസ്റ്റ് ബെനിഫിറ്റ്സ്. അപ്പൊ അങ്ങനെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണ്, ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ കണക്ഷനെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ തലത്തിലുള്ള മാത്രം റോബോട്ടിക് ആയിട്ട് മാനവരാശി വളർന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ ഒന്നിവിടെ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ ലൈക്ക് മീ ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ സിറ്റുവേഷൻഷിപ്പിൽ നിന്ന്, എന്താണ് സിറ്റുവേഷൻഷിപ്പ്, എന്താണ് അതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത്. എന്നെ പോലുള്ള
എന്താണ് അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവില്ലാത്തവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്ലീസ് ഡു ഷെയർ യുവർ കമൻറ്റ്സ് ഓർ എക്സ്പീരിയൻസസ് വിത്ത് റിഗാർഡ് ടു സിറ്റുവേഷൻഷിപ്പ്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്രൊഫഷണലി ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള റിലേഷൻഷിപ്സിനെ എൻകറേജ് ചെയ്യില്ല. നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്സിന് വേണമെങ്കിൽ ദർ ഇസ് സോ മെനി എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഹൗ യു ക്യാൻ ഡെവലപ്പ് യുവർ സെൽഫ് പ്രൊഫഷണലി rather than mixing personal affairs with your professional life or with your profession. It's always എൻ്റെ അറിവിൽ or എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എപ്പോഴും പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് സെപ്പറേറ്റ് ആയി വെക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ദി ഓപ്പോസിറ്റ് പാർട്ടിക്കും ഇൻഡിവിജ്വൽസിനായാലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും എപ്പോഴും അതൊരു സെപ്പറേറ്റ് ആയി വെക്കുന്നതാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബെനിഫിഷ്യൽ ആൻഡ് ഇമോഷണലി ബെനിഫിഷ്യൽ. ഇതെല്ലാം മിക്സപ്പ് ആയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഹൗ യു പീപ്പിൾ get to entangle out of that kind of complications in professional or in personal life. അപ്പോൾ യു പ്ലീസ് എഡ്യൂക്കേറ്റ് മീ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതാണ് എന്താണ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ഇസ് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് അല്ലേ. ഇപ്പം എല്ലാത്തിനും നമ്മൾ ടെക്നോളജീനെ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വഴിയാണ് നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം ഡ്രസ്സസ് വേണമെങ്കിൽ, ഒരു ഫോൺ വേണമെങ്കിൽ എല്ലാം നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് അതിനെ ഓർഡർ ചെയ്തിട്ട് റിസീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈവൻ റൊമാൻറ്റിക് ലൈഫിലായാലും നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് യൂസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും അറിയാവുന്നതാണ് എന്തൊക്കെ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ റൊമാൻറ്റിക് പാർട്ട്നേഴ്സിന് തേടുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ് സൈഡ്സ് ഉള്ളതുപോലെ തന്നെ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസിനും അതിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സും നെഗറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്. അതെല്ലാം ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അത് ജനറലായിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാവർക്കും കിട്ടാവുന്നതാണ്. അതുകൊണ്ട് അത് ഞാൻ കവർ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് എക്സ്പേർട്സ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു പോയിന്റിന് മാത്രമാണ് ഇവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അത് എവിടെ നിങ്ങൾ അതിനെ റിയൽ ലൈഫുമായിട്ട് മേർജ് ചെയ്യണം. അല്ലാതെ ഫുൾ ടൈം ഒരു വെർച്വൽ വേൾഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ വേൾഡുമായിട്ടുള്ള കണക്ഷൻസ് മിസ് ഔട്ട് ആകും. അപ്പം നിങ്ങൾ ഒരു കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൻഡ് ദെൻ മീറ്റ് അപ്പ് വിത്ത് എ പേഴ്സൺ. അല്ലാതെ ഫുൾ ടൈം ഓൺലി ഇൻ ദ വെർച്വൽ വേൾഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയാലിറ്റിയുമായിട്ടുള്ള കണക്ഷൻസ് ലൂസ് ആകും. റിയൽ ലൈഫിൽ നിങ്ങൾ ആ പേഴ്സണെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുകയുള്ളൂ. അതെല്ലാം ജസ്റ്റ് ചാറ്റിംഗ് ഓർ വാട്ട് എവർ വെർച്വൽ വേൾഡിലെ ചാറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി അപ്രോച്ച് ടു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. സോ നിങ്ങളൊരു നല്ലൊരു ആളെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ, റൊമാൻറ്റിക് പാർട്ട്ണറിനെ വെർച്വൽ വേൾഡിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ ബെറ്റർ. എന്നിട്ട് അയാളിനെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരൂ. മീറ്റ് അപ്പ്, ക്യാച്ച് അപ്പ്. കുറച്ച് കഴിഞ്ഞ് ആഫ്റ്റർ ബിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ട്രൈ ടു ക്യാച്ച് അപ്പ് വിത്ത് എ പേഴ്സൺ, ട്രൈ ടു സ്പെൻഡ് മോർ ടൈം വിത്ത് എ പേഴ്സൺ. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെർച്വൽ വേൾഡിൽ തന്നെ ഒരാൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ റിയൽ വേൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ അതിന് തമ്മിലൊരു ബ്രിഡ്ജ് എപ്പോഴും കാണണം, റിയൽ വേൾഡ് ആൻഡ് വെർച്വൽ വേൾഡിനെ. ഇപ്പം നമ്മൾ വെർച്വൽ വേൾഡിൽ പോയിക്കൊണ്ട് റിയൽ വേൾഡിൽ കണക്ഷൻസ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ റിയൽ വേൾഡിലെ ആൾക്കാർ ഓൾറെഡി മൂവ് ഓൺ ചെയ്ത് പോകും. വെർച്വൽ വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ആരും റിയൽ വേൾഡിൽ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ വെർച്വൽ വേൾഡിൽ നിന്ന് പുറത്തിറങ്ങി റിയൽ വേൾഡിൽ ആളുകളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ആൻഡ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പമുള്ള റൊമാൻറ്റിക് പാർട്ട്ണർക്കും സാധിക്കുന്നതായിരിക്കും എന്നാണ് റിലേഷൻഷിപ്പ് എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് റിലവൻ്റ് ആയിട്ടുള്ള 5 പോയിന്റ്സ് വിത്ത് റിഗാർഡ് ടു യങ്സ്റ്റർ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. ആൻഡ് എനിക്ക് തോന്നുന്നു എനിക്ക് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്ന്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ആൻഡ് സജഷൻസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് ഇവിടെ എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. Until we meet next time, bye bye.